ലഹരി കേസ് വന്നതിന് ശേഷം ഇന്നലെയാണ് മുഹമ്മദ് ഹുസൈനെ ജില്ലാ നേതൃത്വം പുറത്താക്കിയത്. പ്രതിക്ക് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് ഇന്ന് നിലപാട് തിരുത്തി. കായിക മന്ത്രിയുടെ ഇന്നലത്തെയും ഇന്നത്തെയും പ്രതികരണം കണ്ടുവരാം. അയാൾ ഭാരവാഹിയല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഇതിന്റെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ കോർഡിനേറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അവരൊക്കെ എൻ്റെ കോർഡിനേറ്റർമാരായുണ്ട്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല. ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ അന്നേ ദിവസം തന്നെ ഓഗസ്റ്റ് 9 തന്നെ അദ്ദേഹത്തിന് ഒരു നടപടി എടുത്തിരുന്നു. പക്ഷേ ഔദ്യോഗികമായൊരു യൂണിറ്റ് കമ്മിറ്റി ആയിരുന്നില്ല. അതിൽ ജില്ലാ പ്രസിഡന്റ് അപ്രൂവൽ കൊടുത്തിരുന്നില്ല. അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി യൂണിറ്റിന്റെ പേരിൽ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. അത് പ്രാദേശികമായ ചില ആളുകളൊക്കെ അതിനൊരു പിന്തുണ കൊടുത്തു. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ. അർജുൻ, മന്ത്രി ഒ ജെ ജനീഷിന്റെ ഇന്നലത്തെയും ഇന്നത്തെയും പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇന്നലെ പറഞ്ഞു അങ്ങനെ ഒരാളെ ഇല്ല എന്നുള്ളത്. ഇന്നിപ്പോൾ ആ വാദം തിരുത്തുന്ന രീതിയിലുള്ള പ്രതികരണം നമ്മൾ കണ്ടു. ഇതിലിപ്പോൾ മൊത്തത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ വാദം തെറ്റ് എന്ന് തെളിയുകയാണ്, അല്ലേ? തീർച്ചയായും ശ്രുതി, മലക്കം മറിയേണ്ടി വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഹുസൈൻ എന്നൊരാൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയായിട്ടും പ്രവർത്തിക്കുന്നില്ല എന്നതായിരുന്നു സംസ്ഥാന പ്രസിഡന്റായ മന്ത്രി ഒ ജെ ജനീഷ് അടക്കം പറഞ്ഞത്. ഇന്നലെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ആരൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ഒരാൾ മാത്രമായിരിക്കാം, ഒരു പ്രവർത്തകനായിരിക്കാം, അതിനപ്പുറത്തേക്ക് ആരുമല്ല എന്നായിരുന്നു DCC പ്രസിഡന്റായ MLA കൂടിയായ മുഹമ്മദ് ഷിയാസ് അടക്കം പറഞ്ഞത്. പക്ഷേ തൊട്ടു പിന്നാലെ ഈ ഹുസൈനെ പുറത്താക്കിക്കൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പ് വരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട അറക്കപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള വലിയകുളം യൂണിറ്റ് ഭാരവാഹിയാണ് ഇയാൾ. ആ സ്ഥാനത്ത് നിന്ന് ഇയാളെ നീക്കുകയാണ്. മാത്രമല്ല മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ഇയാളെ പൂർണ്ണമായും നീക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നോ രണ്ടോ തവണയല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും, മുഖ്യമന്ത്രിയായിരിക്കും, VD സതീശിനൊപ്പം നിരവധി ഫോട്ടോകൾ, നിരവധി റീലുകൾ ഇയാൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതും VD സതീശിന്റെ വീട്ടിൽ ഇയാൾ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. VD സതീശൻ സാധാരണ വീട്ടിലിരിക്കുമ്പോൾ, അത്തരത്തിൽ സാധാരണ വേഷത്തിൽ ഇരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം പോയി നിരവധി ഫോട്ടോ എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ 2024 ഹുസൈന്റെയും അതോടൊപ്പം തന്നെ സലാമിന്റെയും വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേവലം ഒരു പ്രവർത്തകൻ മാത്രമാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഇവരുടെ സമൂഹ മാധ്യമ പേജിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ടീം VD സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, പുതുയുഗ യാത്രയിലടക്കം കേരളത്തിലുടനീളം VD സതീശനൊപ്പം ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഏതാണ്ട് 99% പോസ്റ്റുകളും VD സതീശനെ അനുകൂലിച്ചുകൊണ്ട്, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഒപ്പമുള്ള ഫോട്ടോകളും റീലുകളുമാണ്. അത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലടക്കം ഫോട്ടോകളും റീലുകളും ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ഇക്കഴിഞ്ഞ ജനുവരിയിൽ അബ്ദുൽ സലാം എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഇവർ എത്തിയതിന്റെ ദൃശ്യങ്ങളുണ്ട്, വിരുന്നൊരുക്കിയതിന്റെ ദൃശ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ VD സതീശനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി ദൃശ്യങ്ങളും ഫോട്ടോകളും വന്നു. പക്ഷേ ഒരക്ഷരം പോലും ഇതുവരെ VD സതീശന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. നിഷേധിച്ചുകൊണ്ട് പോലും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുമില്ല. 140 ഗ്രാം MDMA-യുമായിട്ടാണ് ഇവരെ പിടികൂടിയത്. അതായത് എറണാകുളത്ത് നിന്ന് MDMA പല ജില്ലകളിലേക്ക് വിൽപ്പന നടത്താൻ വേണ്ടി പോവുകയായിരുന്നു. ഇത് എത്ര കാലമായി ഇവർ ഇത്തരത്തിൽ വിൽപ്പന തുടങ്ങിയതെന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് VD സതീശനൊപ്പം പുതിയ യാത്രയിലൊക്കെ തന്നെ ഇവർ കേരളത്തിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്ന പേരിലാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെ മറവിൽ ഇത്തരത്തിൽ ലഹരി കടത്താനും വിതരണം ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുൻപ് ഈ ഹുസൈനെതിരെ കേസുള്ളതായി നിലവിൽ അറിവില്ല. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ നിഷേധിച്ച ഒരു സാധാരണ പ്രവർത്തകൻ മാത്രം എന്ന് പറഞ്ഞ നേതാക്കൾക്ക് പിന്നീട് തിരുത്തേണ്ടി വരുന്നു. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹി സ്ഥാനത്ത് നിന്ന് അയാളെ നീക്കിയെന്ന് വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അത്. ഇതിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഒരു പരിപാടി വന്നപ്പോൾ പോലും അദ്ദേഹം മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല. ഇതിലൊരു പ്രതികരണം തേടാൻ പോലും സമ്മതിക്കാത്ത വിധം അടുപ്പിക്കുകയും ചെയ്തിട്ടില്ല. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.